തലശ്ശേരിക്കാരൻ പരീതിന്റെ സമയോചിതമായ ഇടപെടൽ. ഷോക്കേറ്റ് വീണ പക്ഷിക്ക് ലഭിച്ചത് പുതുജീവൻ. ഇദ്ദേഹത്തിന്റെ സന്മനസ്സിന് നാട്ടുകാർ നൽകുന്നത് വലിയ കയ്യടി. പുലർച്ചെ നെല്ലിക്കുഴി കമ്പനിപ്പടിയിലെ മസ്ജിദിൽ നിസ്കാരത്തിന് പോയി മടങ്ങുകയായിരുന്നു ഈ നാട്ടുകാരനായ പരീത പട്ടമാവുടി. എവിടെ നിന്നല്ലാതെ മുന്നിൽ ഒരു കാക്ക പിടഞ്ഞു വീണു. തൊട്ടടുത്ത ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ പക്ഷി താഴെ വീണത്. അത് കണ്ടില്ലെന്ന് നടിച്ച് കടന്നു പോകാൻ ഇദ്ദേഹത്തിനായില്ല. അനക്കമില്ലാതെ കിടന്ന കാക്കയെ ചേർത്തു പിടിച്ചു. കൃത്രിമമായി ഓക്സിജൻ നൽകി. ഇതോടെ കാക്ക പതിയെ അനങ്ങാൻ തുടങ്ങി. തനിക്കും തന്റെ കുടുംബത്തിനും മാത്രമല്ല സർവ്വചരാചരങ്ങൾക്കും നല്ലതു വരുത്തണേയെന്ന ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ വെറുതെയായില്ല. കാക്കയ്ക്ക് പുതുജീവൻ ലഭിച്ചു. രാവിലെ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ശുഭ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് കടയിൽ വന്ന് ഞങ്ങളെല്ലാവരും സൗഹൃദ കൂട്ടായ്മയുണ്ട്. അവിടെ വന്ന് ചായ കുടിച്ചിരിക്കുന്ന സമയത്താണ് തൊട്ട് മുമ്പിലുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു പക്ഷി തെറിച്ചു വീഴുന്നത് കണ്ടത് തന്നെ ആദ്യം അത്ര മൈൻഡ് ചെയ്തില്ല. എഴുന്നേറ്റ് പോകുമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് എഴുന്നേറ്റ് പോകാതായപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ പക്ഷി കിടഞ്ഞ് അബോധാവസ്ഥയിലെ ഒരു കണ്ടീഷനിൽ കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അതിനെ എടുത്തു പിടിച്ച് CPR കൊടുത്തു. നേരത്തെ എനിക്കൊരു പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആ കാര്യത്തിലുണ്ടാകും. CPR കൊടുത്തു. അതുപോലെ അതിനെ തട്ടി ഒരു 10-20 മിനിറ്റ് തട്ടിയതിന് ശേഷമാണ് അതിന് ഒരു ചലനം ഉണ്ടായത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിനെ ഇടപെട്ട് അതിൻ്റെ ജീവൻ രക്ഷിക്കാനായി. ആ കാര്യത്തിൽ വളരെ ചരിതാർത്ഥമുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് പരമകാരുണ്യനായ തമ്പുരാൻ അതിന് ആയുസ് വച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന് ആയുസ് നീട്ടി കിട്ടിയത്. സ്വതന്ത്രമായി വിട്ടതോടെ ഈ പക്ഷി ആകാശത്തിന്റെ അനന്തതയിലേക്ക് തന്റെ കൂട്ടരെ തേടി പറന്നു. അപകടത്തിൽപ്പെട്ട ഒരു ജീവൻ രക്ഷിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് പരീത് പട്ടമാവുടി എന്ന ഈ പൊതുപ്രവർത്തകനും. മീഡിയ സിസ്റ്റി, കോതമംഗലം.